അസ്സലാമലൈക്കും. എല്ലാവർക്കും സ്വിസ്ബറി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഉഗ്രൻ ഇഫ്താർ സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഇതിനു മുൻപ് നമ്മൾ അപ്ലോഡ് ചെയ്ത റഷ്യൻ കബാബിൻ്റെ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം. അപ്പോൾ കാണാത്തവർക്കായി ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് 1000ലേക്ക് എത്താറായി. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്. അതുപോലെ തന്നെ തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും. അടുത്തതായി നമുക്ക് ഈസ്റ്റ് ആണ് വേണ്ടത്. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കൈവശം സാധാ ഈസ്റ്റ് ആണെങ്കിൽ അതൊരു 10 മിനിറ്റ് നേരിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം. ഒരു മൂടി കൊണ്ട് മൂടിയിട്ട് അപ്പോഴേക്കും അത് പൊന്തി വരും. എന്നതിന് ശേഷം നമ്മുടെ ഈ ഒരു മാവിൽ കുഴയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അടുത്തതായി ഞാൻ ഇതിലേക്ക് നേരിയ ചൂടുള്ള പാലാണ് ഉപയോഗിക്കുന്നത്. നേരിയ ചൂടുള്ള പാലില്ലെങ്കിൽ വെള്ളവും ഉപയോഗിക്കാം. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് മാവ് കുഴയ്ക്കാനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. ഏകദേശം ഒരു കപ്പിൻ്റെ അടുക്ക് എനിക്ക് ഉപയോഗം വന്നു. ഇതൊരു ചെറിയ കപ്പായിരുന്നു. അപ്പോൾ 240 ml കപ്പൊന്നുമല്ല, ചെറിയൊരു കപ്പിൽ ഏകദേശം 80 ml ആവശ്യം വന്നിട്ടുള്ളൂ ഇവിടെ പാല്. അപ്പോൾ നിങ്ങൾക്കറിയാലോ കുഴച്ചെടുക്കുന്ന ആ ഒരു രൂപത്തിൽ ഏകദേശം ചപ്പാത്തിയുടെയൊക്കെ ആ ഒരു പരുവത്തിലാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. പിന്നെ ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ കൂടി തടവിയിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ കൈയുടെ ഉൾവശം കൊണ്ടാണ് കൈവെള്ള കൊണ്ടാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കൈ ഇടരുത്. നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന പോലെ ഉള്ളിലേക്ക് വിരലുകൾ ഇടരുത്. അപ്പോൾ നമ്മളിവിടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഓയിൽ തടവിയിട്ട് ഒരു 2 മണിക്കൂർ നമുക്കിത് മാവ് പൊന്താനായിട്ട് മാറ്റി വെക്കാം. ഇതിൻ്റെ സൈസ് ഡബിൾ ആയി വരും. അപ്പോൾ അതുവരെ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നന്നായി കവർ ചെയ്തിട്ട് വേണം നമ്മളിത് വെക്കാനായിട്ട്. നമ്മുടെ ഡോ പൊന്തി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഫില്ലിങ്സ് തയ്യാറാക്കി എടുക്കാം. ഇന്നിവിടെ ചിക്കനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഏകദേശം ഒരു 150 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയാണ് ഞാൻ ഇന്നിവിടെ ഉപയോഗിക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. കുറച്ചൊരു 1/2 ടീസ്പൂൺ മതിയാവും. പിന്നെ ആവശ്യത്തിന് ചിക്കൻ ഒന്ന് കുക്കായി കിട്ടാനുള്ള വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊരു 10-15 മിനിറ്റ് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഈ ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഷ്രെഡ് ചെയ്തെടുക്കണം. ഇതുപോലെ അങ്ങ് ഷ്രെഡ് ചെയ്തെടുക്കുക. ചെറുതായിട്ട് കൈകൊണ്ട് പിച്ചെടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി ഒരു സവാള ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കവും പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ അതുപോലെ തന്നെ ഒരു 3 ടീസ്പൂൺ സോസ്, ടൊമാറ്റോ സോസാണ് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത്. ചിക്കൻ വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ടതാണ്. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഒരു സ്പൂൺ കൊണ്ടാണ് ഇപ്പം ഞാൻ ഇത് മിക്സാക്കി എടുക്കുന്നത്. ഞാനിവിടെ ഒരു മാഷർ എടുത്തിട്ടുണ്ട്. അപ്പോൾ മാഷർ വെച്ച് നമുക്ക് നല്ല പോലെ ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ മാഷർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കയ്യിൽ കൊണ്ട് അങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി. നമ്മൾ നന്നായി പൊടിയായിട്ടാണ് സവാള അരിഞ്ഞത്. എന്നാലും നല്ല പോലെ ഒന്ന് കുഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇത് ചേർക്കുകയാണെങ്കിൽ ഒരു ഇറ്റാലിയൻ ഫ്ലേവർ നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങിന് കിട്ടും. നമ്മുടെ ഡോ കുഴച്ച് വെച്ചിട്ട് ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്നുകൂടി ഒന്ന് കുഴച്ച് കൊടുക്കാം. നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു സർഫേസിൽ നമുക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് പൊടി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ ഡോ ഒന്ന് ഇതിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. ഇത് റൗണ്ട് ഷേപ്പിലൊന്നും പരത്തിയെടുക്കണം എന്നില്ല. ഇത്തിരി നീളത്തിലാണെങ്കിൽ കുറച്ചുകൂടി നന്നായി. കുറച്ച് പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് പൊടി ഇട്ടിട്ട് കുഴക്കേണ്ട. അപ്പോൾ കണ്ടോ, ഈ ഒരു രൂപത്തിൽ നമുക്ക് നീളത്തിൽ അങ്ങ് പരത്തി കൊടുക്കാം. ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിവിടെ പരത്തി എടുത്തിട്ടുള്ളത്. ഒരുപാട് തിന്നുമല്ല, എന്നാൽ വളരെ തിക്കുമല്ല. ഒരുപാട് തിന്നായിട്ട് നമ്മൾ പരത്തുകയാണെങ്കിൽ ഫില്ലിങ് നമ്മൾ ഇതിൽ വെച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ മാവ് ഒന്ന് പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യണം. നമ്മുടെ ഈ പരത്തി വെച്ചിട്ടുള്ള അതിൻ്റെ മേലെ ഫുള്ളായിട്ട് നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സോസൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ, നമ്മൾ ഈ ഫില്ലിങ് വെക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഈ പരത്തി വെച്ചതിൻ്റെ മുകളിൽ കുറച്ച് സോസ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണെങ്കിലും കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും.
അപ്പം നമ്മുടെ മസാലയെല്ലാം ഇവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെയാണ് നമ്മളിത് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അതിനായിട്ട് 2 വശത്തായിട്ട് കൈ പിടിച്ചിട്ട് പതുക്കെ ഒന്ന് മടക്കി കൊടുക്കുക. വീണ്ടും അതേപോലെ തന്നെ ഒന്ന് അറ്റം വരെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. പതുക്കെ പതുക്കെ ചെയ്താൽ മതി. നമ്മുടെ എല്ലാ ഭാഗത്തും ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഒരേ രൂപത്തിൽ റോൾ ചെയ്ത് പോവുക. ഈ അറ്റം വരെ അറ്റം ഒന്ന് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഈ നമ്മുടെ 2 സൈഡും പ്രസ് ചെയ്യണം. അതുപോലെ തന്നെ നടുക്ക് ഭാഗവും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മളിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. ഇതൊരു അരമണിക്കൂർ നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യാനായിട്ട് ഒന്നുകിൽ കത്തിയോ അല്ലെങ്കിൽ ഒരു കട്ടറോ നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ അറ്റത്തുള്ള 2 സൈഡ്സും നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അതിൻ്റെ ഉള്ളിൽ അധികം മസാലയൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കളയുന്നത്. എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഏകദേശം ഒരു വിരലിൻ്റെ അത്ര വീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ട ഈ ഒരു രൂപത്തിൽ നല്ല കെയർഫുള്ളായിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. കാരണം ഇതിൻ്റെ ഉള്ളിൽ മസാല ഉള്ളതുകൊണ്ട് അധികം പുറത്ത് പോവാതെ, കുറച്ചൊന്ന് പോവും, അധികം പോവാതെ നമ്മൾ ശ്രദ്ധിച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. എല്ലാതും നമ്മളപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു അടിക്കട്ടിയുള്ള പാത്രം വെച്ച് കൊടുക്കണം. ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ പാത്രമാണ് വെക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മുടെ ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു ബ്രഷ് കൊണ്ട് നന്നായി ഒന്ന് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് തിക്കായിട്ടാണ് വെച്ചത്. കുറച്ച് സ്പേസ് ഇട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഇതൊന്ന് വികസിക്കാനുള്ള ഒരു സ്പേസ് അതിന് കിട്ടും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 20 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് കുക്കായി വരും. ഒരു 10 മിനിറ്റ് ആയപ്പോൾ ഞാനിതൊന്ന് തുറന്നിട്ട് ഇതൊന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഒരു മുട്ട പൊട്ടിച്ച് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഒരു ബ്രഷ് കൊണ്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് നല്ലൊരു തിളക്കമൊക്കെ കിട്ടും, നല്ലൊരു ഭംഗിയുള്ള കളർ നമ്മുടെ സ്നാക്കിനും ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എഗ് വാഷ് ചെയ്ത് എടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിത് മൂടി വെച്ചപ്പോൾ ഈ മൂടിക്ക് ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നു. ആ ഹോള് നമുക്കൊരു പേപ്പർ കൊണ്ടങ്ങനെ ഒന്ന് മൂടി വെക്കാം. ഞാനതുപോലെ ചെയ്തിട്ടുണ്ട്. മിക്ക ഗ്ലാസിൻ്റെ മൂടികൾക്കും അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ എയറൊന്നും പുറത്തേക്ക് പോവില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ സ്നാക്ക് ഇവിടെ 20 മിനിറ്റ് ആയപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ബേക്ക് ചെയ്തെടുക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി ഐറ്റം അല്ലേ? അപ്പോൾ എന്നും ഒരേപോലെ ട്രൈ ചെയ്യുന്നതിലും നല്ലതല്ലേ നമ്മൾ ഇടയ്ക്കൊന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഒന്ന് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ വീട്ടിലുള്ള കുട്ടികൾക്കും എന്തായാലും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് ഐറ്റം തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായമൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടണം. അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറായ 9539880881 എന്ന നമ്പറിലേക്ക് അയച്ചാലും മതി. അപ്പോൾ നെക്സ്റ്റ് ഒരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബായ്. അസ്സലാമു അലൈക്കും ഫ്രം സ്വിസ്ബറി.